നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞ ചോദ്യം പഞ്ചപാണ്ഡവരുടെ ശംഖിന്റെ പേരെന്തായിരുന്നു എന്നാണ്. ഏറ്റവും ആദ്യത്തെ യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേര് അനന്തവിജയം എന്നാണ്. ഭീമസേനന് പൗണ്ഡ്രകമാണ്. അർജുനന് ദേവദത്തമാണെങ്കിൽ നകുലന് സുഘോഷമാണ്. സഹദേവന് മണിപുഷ്പകം എന്നാണ് ആ ശംഖിന്റെ പേര് കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യം ആണ് എന്ന് പറയുന്നത് പോലെ ഭഗവത്ഗീതയിൽ ഇവർ ഓരോരുത്തരുടെ ശംഖിന്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ശരിയുത്തരം ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും പതിവ് പോലെ കുറച്ച് ചോദ്യോത്തരങ്ങളും കുറച്ച് എന്താ പറയാ ഒരു കുഞ്ഞു കഥയും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ. ആതിരാദേവി എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, കൃഷ്ണനാട്ടം ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ വന്നു കഴിഞ്ഞുള്ള പ്രൊസീജിയർ എന്നൊന്ന് പറയാമോ എന്നാണ്. കൃഷ്ണനാട്ടം കണ്ട് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അതിന് നമുക്ക് ഈ ഷീറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഓൺലൈനായിട്ട് ഷീട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് കൃഷ്ണനാട്ടത്തിൻ്റെ ഷീറ്റ് കണ്ട് കാണിച്ചു കൊടുത്താൽ നമുക്കൊരു പ്രസാദ കിറ്റ് ലഭിക്കും. അതിപ്പോൾ കൃഷ്ണനാട്ടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വാങ്ങിക്കാം, അതല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയാലും വാങ്ങിച്ചാൽ മതി. പ്രൊസീജിയർ ഒന്നുമില്ല. നമ്മൾ വന്ന് കിഴക്കേ ഗോപുരത്തിലൂടെ കടന്ന് ആ വടക്ക് വശത്തായിട്ടുള്ള കൃഷ്ണനാട്ടം നടക്കുന്ന സ്ഥലത്ത് വന്ന് നമസ്കരിക്കുക, അത് കാണുക മുഴുവനായിട്ട്. വിളക്കത്ത് പണം വെക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് ചില ആളുകളെങ്കിലും ചെയ്യാറുണ്ട്. അതായത് വലിയൊരു കളിവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും. അതിന് താഴെയായിട്ട് ഗുരുവായൂരപ്പനെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ദക്ഷിണയായിട്ടൊരു എമൗണ്ട് അവിടെ വെച്ചിട്ട് നമസ്കരിക്കുന്നവരുണ്ട്. ഇതല്ലാതെ കൃഷ്ണനാട്ടം കലാകാരന്മാർക്ക് ഓരോരുത്തർക്കും ദക്ഷിണ വെച്ച് നമസ്കരിക്കാറുണ്ട് ചില ഭക്തര്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതൊന്നും ദേവസ്വം അനുശാസിക്കുന്ന വഴിപാടുകളല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ യാതൊരു പ്രൊസീജിയേഴ്സും ഇല്ല. അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്ന ഭക്തന്റെ ചോദ്യമാണ്, മറ്റുള്ളവർക്ക് ഭഗവാനോട് ഇഷ്ടം തോന്നാനും അവർ നാമം ജപിക്കാനും നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? കൃഷ്ണകഥകൾ കേൾപ്പിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്താ വെച്ചാല് ഗുരുവായൂരപ്പനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം ആചാര്യൻ പറയാറുണ്ട്, ഒരു ദമ്പതിമാരുടെ കാര്യമാണ് പറയാറ്, ഞാനും എപ്പോഴും പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ ദമ്പതിമാരിൽ ഭാര്യയ്ക്ക് നല്ല കൃഷ്ണഭക്തയായിരുന്നു. അവരെ എപ്പോഴും മാസം തൊഴാൻ വരും. ആ സമയത്തൊക്കെ ഭർത്താവ് കൂടെ വരും. കൂടെ കൊണ്ടുവരാനും പോകാനുള്ള ആളായിട്ടാണ് വരിക. അല്ലാതെ അമ്പലത്തിലൊന്നും വരില്ല, തൊഴാനൊന്നും വരില്ല. ആ നടയിലൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങി നടക്കുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ പിന്നെ ഭാര്യയുടെ ഈ ഒരു അമിതമായ ആവേശം കൃഷ്ണനിലേക്ക് എന്ന് കണ്ട സമയത്ത് എന്താണ് അതിനുള്ളിൽ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹം ഒരിക്കൽ മാത്രം വന്നു. പിന്നെ പിന്നെ അദ്ദേഹത്തിന് വരാൻ ഓരോ മാസവും വരാൻ ഉത്സാഹമായി തുടങ്ങി. അങ്ങനെ പതുക്കെ 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 ഈ ഭാര്യയേക്കാൾ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് കൃഷ്ണനോട് ഒരു അടുപ്പമുണ്ടായി എന്ന ഒരു കഥ പറയാറുണ്ട്. അതേമാതിരി തന്നെയാണ് നമുക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാം, ഭഗവാനെ തന്നെ ഏൽപ്പിക്കാം. ഗുരുവായൂരപ്പ ഇവരെയും കൂടി എന്ന് ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടിട്ടില്ല. അടുത്തതായിട്ട് നന്ദഗോപാൽ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂർ അമ്പലത്തിൽ റെക്കമെൻഡ് ലെറ്റർ കൊണ്ടുവന്ന് പാസ് വാങ്ങി തൊഴുന്നത് കണ്ടിട്ടുണ്ട്. ആ പാസ് എവിടെ കിട്ടും? തിരിച്ചറിയൽ കാർഡ് വേണമോ? ആ ക്യൂ എവിടെയാണ്? മണ്ഡല മാസം, വെക്കേഷൻ സമയം എന്നിട്ട് എന്നീ തിരക്കുള്ള സമയം ഈ ക്യൂ ഉണ്ടോ? എപ്പോഴാണ് വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വളരെ അടുത്തുള്ള ആളുകളെ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കടത്തി വിടാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നാണ്. വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ 3000-ലധികം സ്റ്റാഫ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരാളെ വെച്ച് കൊണ്ടുവന്നാൽ തന്നെ 10,000-3000 പേരെ ഒരു ദിവസം തൊഴിക്കേണ്ടതായി വരുമല്ലോ. അപ്പോൾ അത് ജനറൽ ക്യൂവിനെയും മറ്റുള്ള ക്യൂവിനെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇല്ല. ശനി ഞായർ തുടങ്ങി പബ്ലിക് ഹോളിഡേയ്സിലൊന്നും തന്നെ ഇല്ല. അതല്ലാത്ത ദിവസങ്ങളിലാണ് ഇത്തരം ക്യൂ സംവിധാനം ഉള്ളത്.
ഇത് സ്റ്റാഫിൻ്റെ വരിയിലൂടെയോ അതല്ലെങ്കിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ആ സൈഡിലൂടെയോ ആണ് വിടുന്നത് കേട്ടോ. അവരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ എന്നല്ല, അവരെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അവർ നേരിട്ട് ചെല്ലുകയോ ചെയ്താൽ മാത്രമാണ് അങ്ങനെ ഒരു ടോക്കൺ കിട്ടുള്ളൂ കേട്ടോ. അതല്ലാതെ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്താലൊന്നും ടോക്കൺ കിട്ടാനുള്ള സാധ്യതയില്ല. അത് ക്ഷേത്ര മാനേജറെ കാണിക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര മാനേജറുടെ അടുത്ത് നിങ്ങളുടെ ID കാർഡ്, അതായത് വരുന്ന ഭക്തന്റെ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ജീവനക്കാരാണെങ്കിൽ അവർ നേരിട്ട് പോയി പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ടോക്കൺ കിട്ടും. ഇത് ഞാനിങ്ങനെ പബ്ലിക്കലി പറയാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെ ആവുമ്പോൾ ഒരുപാട് പേർക്ക് അവരെ പരിചയമുണ്ട് ഇവരെ പരിചയമുണ്ട് എന്ന് പറയും. അത് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല കേട്ടോ. കാരണം നമ്മളൊരു വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ നമ്മളത് ശരിയാക്കാറുണ്ട് അല്ലേ, പെട്ടെന്ന് നമ്മുടെ പ്രൊസീജിയേഴ്സ്. അതേമാതിരി നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുള്ളൂ. പക്ഷെ ദിവസവും 10,000-കണക്കിന് ഭക്തജനങ്ങൾ ക്യൂ സംവിധാനത്തിലൂടെയും നെയ്വിളക്കിന്റെ ഷീറ്റിലൂടെയും ഒക്കെ തൊഴുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്രയും ജീവനക്കാരുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒരാൾ എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല റെസ്ട്രിക്ഷൻസും അവിടെ ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാഫിനെ ഇങ്ങനെ കൊണ്ടുവന്ന് തൊഴിക്കുന്നതിൽ കേട്ടോ. പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതെല്ലാം മീറ്റ് ചെയ്താൽ മാത്രമേ ഒരു സ്റ്റാഫിന് നിങ്ങളെ തൊഴിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അവരോട് ഒരു മുഷിച്ചിലും തോന്നണ്ട. അവരുടെ പരിമിതിയാണ് അത് മനസ്സിലാക്കുകയും കൂടി വേണം കേട്ടോ. അടുത്തതായിട്ട് പത്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ കളഭാട്ടത്തിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഏത് ദിവസമാണെന്ന്. അപ്പം 41ാമത്തെ ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഡിസംബർ 27-നാണ് വരുന്നത്. ഡിസംബർ 26-ാം തീയതി അല്ലേ വരേണ്ടത് എന്നാണ് ചോദ്യം. അല്ല, ഡിസംബർ 27-ന് തന്നെയാണ് മണ്ഡലം 41 ആവുന്നത്. വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ ഉള്ളൂ. ഒന്ന് കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. വൃശ്ചികം 29 ദിവസമേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ ധനുമാസം 11-ാം തീയതി വരുന്നത് ഡിസംബർ 27-ാം തീയതിയാണ്. അന്നത്തെ ദിവസം തന്നെയാണ് 41 ദിവസം വരുന്നത് കേട്ടോ. 41ാമത്തെ മണ്ഡലം 41ാമത്തെ ദിവസം വരുന്നത് ഡിസംബർ 27-ാം തീയതിയാണ്. അന്നാണ് കളഭാട്ടം വരുന്നത്. അടുത്തതായിട്ട് അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഡിസംബർ 27-ാം തീയതി, ഇടയ്ക്ക് ഡിസംബർ 26-ാം തീയതി അങ്ങനെയും വരാറുണ്ട്. അത് മലയാള മാസത്തിന്റെ വൃശ്ചിക മാസത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് വരും കേട്ടോ. ചിലപ്പോൾ 30 ദിവസം, ചിലപ്പോൾ 29 ദിവസം അങ്ങനെ വരാറുണ്ടല്ലോ, അതുകൊണ്ടാണ്. അടുത്തതായിട്ട് ഞാൻ 2 തവണ അവതാരം കൃഷ്ണനാട്ടം വഴിപാട് കഴിച്ചിട്ടും ഭഗവാൻ എന്താവും എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നാണ് SNDV എന്ന ID-യിൽ നിന്നും ചോദിച്ചിരിക്കുന്നത്. പേര് എനിക്ക് മനസ്സിലായിട്ടില്ല, SNDV മാത്രമേ കാണാനുള്ളൂ. ഒരിക്കലും നിരാശപ്പെടരുത്. ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമുക്ക് കുറച്ച് കണ്ണീര് ആദ്യം വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മ ആരാണെന്ന് ചോദിച്ചിരുന്നു ഞാൻ മുൻപൊരിക്കൽ. പലരും ഉത്തരം പറഞ്ഞതിൽ ഏറ്റവും അധികം ഉത്തരം കിട്ടിയിരിക്കുന്നത് യശോദമ്മ എന്ന് തന്നെയാണ് കേട്ടോ. ഈ യശോദമ്മയ്ക്ക് ഇത്ര വലിയ ഭാഗ്യം സിദ്ധിക്കാനായിട്ട് ആ അച്ഛനും അമ്മയും എത്ര കാലം തപസ് ചെയ്തെന്നറിയോ? തപസ് ചെയ്യാൻ മീൻസ് അവരുടെ പൂർവ്വജന്മത്തിലെ കാര്യമല്ല, അതവിടെ ഇരിക്കട്ടെ. ഇനിയൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ഘട്ടം വരെ എത്തി എന്ന് എടുത്തനുസ്മരിക്കാറുണ്ട് സപ്താഹവേദിയിൽ. അതുകൊണ്ട് തന്നെ കംസന് കരം കൊടുക്കുക, നികുതിപ്പണം അല്ലെങ്കിൽ കപ്പം കൊടുക്കുക എന്നുള്ള ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് നിർത്തലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്ദഗോപര്. കാരണം അടുത്ത തലമുറ ഇല്ല, ഇനി എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നൊരു ഭാവം വരെ അദ്ദേഹത്തിന് വന്നു എന്നാണ് പറയുന്നത്. അത്രയും കാലം കാത്തിരുന്നിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ കിട്ടിയത്. അപ്പോൾ ഗുരുവായൂരപ്പൻ തരുമ്പോൾ ദ ബെസ്റ്റ് തരുള്ളൂ എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കൂ. എല്ലാം എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. 12 സ്വയംവരം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കിയതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ വിവാഹം നടക്കുന്നതിന് മുൻപ് എൻ്റെ ജാതകത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് 10-30 വയസ്സ് വരെയും വിവാഹിതരായില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല അല്ലേ. വിവാഹമൊക്കെ ആലോചിക്കുന്നത് തന്നെ പെൺകുട്ടികൾക്ക് 25 വയസ്സിന് ശേഷമാണ്. എന്നാൽ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു 15 വർഷം മുമ്പ് ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത്
എനിക്ക് 25 വയസ്സാണ്. അപ്പോൾ 22 കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്ന ഒരു കാലമായിരുന്നു കേട്ടോ ആ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ 25 വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. 12 സ്വയംവരം കൃഷ്ണനാട്ടംകളി നടത്തിയതിന് ശേഷമാണ് എൻ്റെ വിവാഹം നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഗുരുവായൂരപ്പൻ ദ ബെസ്റ്റ് തന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ദ ബെസ്റ്റിനായിട്ട് കാത്തിരിക്കൂ. ഏറ്റവും നല്ലത് തന്നെ ഗുരുവായൂരപ്പൻ തരട്ടെ. ഞാൻ ഇത് എന്നെ തന്നെ വെച്ച് എപ്പോഴും ഉദാഹരിക്കുന്നത് എന്തുകൊണ്ടാണെങ്കിൽ, എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ അനുഭവത്തിൽ നിന്നാണ് ഓരോന്നും പറയുന്നത് കേട്ടോ. 12 കൃഷ്ണനാട്ടങ്ങൾ ഷീട്ടാക്കാൻ, അതായത് ഞാൻ വിവാഹം നടക്കാൻ വേണ്ടി എന്നുള്ള അതൊന്നും ആ ഒരു രീതിയൊന്നും വിചാരിച്ചിട്ടായിരുന്നില്ല. എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ 12 അഹസ് ആദ്യം ഷീട്ടാക്കി. അതിനുശേഷം അമ്മ പറഞ്ഞു ഇനി 12 സ്വയംവരം ഷീട്ടാക്കാമെന്ന്. അപ്പോൾ 12 സ്വയംവരം ഷീട്ടാക്കി. ഏതാണ്ട് 12ാമത്തെ സ്വയംവരം എൻ്റെ വിവാഹവും ഏകദേശം ഒരുമിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധൈര്യമായിരിക്കൂ എന്ന് കരുതി നിങ്ങൾ 12 അവതാരം ഷീട്ടാക്കിയാലേ നടക്കുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാത്തിരിക്കൂ, ഗുരുവായൂരപ്പൻ ദ ബെസ്റ്റ് നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് എന്നെ വിചാരിക്കൂ കേട്ടോ. അടുത്തതായിട്ട് സൗദ നമസ്കാരം. വെളുപ്പിനെ 4 മണിക്ക് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമം ജപിക്കാറുണ്ട്. മുൻവശത്തെ വാതിൽ തുറന്നിട്ടാണ് നാമം ചൊല്ലാറ്. അടുത്ത വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കതക് അടച്ചിട്ട് നാമം ജപിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒന്നുമില്ല കേട്ടോ. മൈഥിലി എന്ന ഭക്തയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഗുരുവായൂരപ്പനെ അങ്ങനെ ചെറുതാക്കരുത്. ഗുരുവായൂരപ്പനെ അങ്ങനെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നാമം ജപിച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ നമ്മുടെ രക്ഷകനാണ്. എന്തെങ്കിലും ചെറിയ പാകപ്പിഴകൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി കുന്തം പിടിച്ച് നിന്ന് നമ്മളെ എന്താ പറയുക, ബുദ്ധിമുട്ടിക്കാനുള്ള ആളോ ശിക്ഷിക്കാനുള്ള ആളോ ഒന്നുമല്ല. നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന നമ്മളുടെ പ്രൊട്ടക്റ്ററാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അത് നിങ്ങളുടെ കുഞ്ഞുണ്ണി കൃഷ്ണനാണെങ്കിലും എൻ്റെ വലിയ മഹാപ്രഭു ആയിട്ടുള്ള കൃഷ്ണനാണെങ്കിലും നമ്മുടെ പ്രൊട്ടക്റ്ററാണ്. പ്രൊട്ടക്ഷൻ മുഴുവനായിട്ടും നോക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ വാതിലടച്ചിട്ട് നാമം ജപിച്ചാലും വാതിൽ തുറന്നിട്ട് നാമം ജപിച്ചാലും ഇരുന്ന് നാമം ജപിച്ചാലും കിടന്ന് നാമം ജപിച്ചാലും ഒന്നും കുഴപ്പമില്ല. ഗുരുവായൂരപ്പൻ ഇത്രയും നോക്കുള്ളൂ, നിങ്ങൾ ഗുരുവായൂരപ്പനെ അനുസ്മരിക്കുന്നുണ്ടോ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കും. അയാളുടെ പാസ്റ്റ് ലൈഫ് പോലും ഭഗവാൻ ഒരു പ്രശ്നമല്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഭൂതകാലം അത് ഒട്ടും പ്രശ്നമല്ല. കാരണം കള്ളനായിക്കോട്ടെ തെമ്മാടി ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ മോശപ്പെട്ട സ്വഭാവമായിക്കോട്ടെ, ഇന്നു മുതൽ ഞാൻ കൃഷ്ണനെ ഭജിക്കുന്നു എന്നൊരാൾ തീരുമാനിച്ചാൽ അന്ന് മുതൽ അവൻ ഭഗവാന്റെ ആണ് എന്നുള്ളത് ഉറപ്പിച്ചോളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെ നാമം ജപിച്ചാലും കുഴപ്പമില്ല കേട്ടോ. വാതിലടച്ചിട്ട് നാമം ജപിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അടുത്തതായിട്ട് സവിതക്കുട്ടി കുന്നിക്കുരു ഭഗവാന് സമർപ്പിച്ചാലുള്ള ഫലം എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? ചോദ്യത്തിന് 1 ഉത്തരം തരണേ, പല പ്രാവശ്യമായി ചോദിക്കുന്നു എന്നാണ് അമൃത എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കുന്നിക്കുരു ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുന്നിക്കുരു മഞ്ചാടി മയിൽപ്പീലി ഓടക്കുഴലി ഇതൊക്കെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഫലം എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഭഗവാന് സന്തോഷം. ഭഗവാന് സന്തോഷമായാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ കേട്ടോ. ഇന്ന കാര്യത്തിന് ഒന്നുമില്ല മഞ്ചാടി കൊടുക്കുന്നത്. കുട്ടികളിൽ വരുന്ന ബാലാരിഷ്ടതകൾ, കഷ്ടതകൾ, വികൃതി, വാശി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുന്നിക്കുരു കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ, കുന്നിക്കുരു കൊണ്ടുവന്ന് കൊടുത്തോളൂ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതതിൻ്റെ ഒരു ഫലം മാത്രമേ ആവുന്നുള്ളൂ. നമുക്ക് എന്തിനും കുന്നിക്കുരു കൊടുക്കാൻ ഗുരുവായൂരപ്പന്. നമ്മളിപ്പോൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയില്ലേ, ഉണ്ണി ഒന്ന് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടിരൂ, അമ്മയ്ക്ക് ദാഹിച്ചിട്ട് വയ്യ. അപ്പോൾ നമ്മൾ ആ വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ ആ കുട്ടിയെ എന്താ ചെയ്യുക? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അതല്ലെങ്കിൽ അവനൊരു കുഞ്ഞു മിഠായിയോ ഒരു കൽക്കണ്ടമോ കൊടുക്കും. അവന് സന്തോഷമാവണം, അവൻ ചെയ്ത പ്രവൃത്തിക്ക് അവന് സന്തോഷമാവണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ഇതേമാതിരി ഉണ്ണീ കൃഷ്ണ, എനിക്ക് അങ്ങ് മാത്രമേ ആശ്രയമുള്ളൂ, 2 കൈയിലും ദാ കുന്നിക്കുരു എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ ഉണ്ണിക്ക് സന്തോഷമാവില്ലേ? ഒരു ചേച്ചിയോ അനിയത്തിയോ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ ഉണ്ണിക്ക് സന്തോഷമാവില്ലേ? ഇതേമാതിരിയേ ഉള്ളൂ കേട്ടോ. ഉണ്ണികൃഷ്ണന്റെ സന്തോഷത്തിനായിട്ട് വരണമേ എന്ന് പറയണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനല്ലാതെ വേറെ ഒരു ഫലസിദ്ധി പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് കാർത്തികായം വി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രീലകത്ത് ഭഗവാനെ മഞ്ഞപ്പെട്ട് ചാർത്താൻ ഷീട്ടാക്കാൻ ഭക്തർക്ക് സാധിക്കുമോ
എന്നാണ്. അങ്ങനെ ഒരു വഴിപാട് ഷീട്ടാക്കലില്ല ഇവിടെ. ശ്രീലകത്ത് മഞ്ഞപ്പെട്ട് ചാർത്തി കാണണമെങ്കിൽ ഗുരുവായൂരപ്പനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ഞപ്പെട്ട് നമുക്ക് സമർപ്പിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സമർപ്പിക്കുന്ന എല്ലാ പട്ടുകളും അകത്തേക്ക് എടുക്കില്ലെങ്കിലും സമർപ്പിക്കപ്പെടുന്നവയിൽ നിന്ന് തന്നെയാണ് അകത്തേക്ക് മഞ്ഞപ്പെട്ട് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പനോട്. മഞ്ഞപ്പട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇത് ഉണ്ണിക്ക് ചാർത്തി കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഗുരുവായൂരപ്പൻ അങ്ങനെ ചാർത്തി കാണാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. ഒരു വർഷം അഷ്ടമി രോഹിണിക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കൊടുത്തത് ഭഗവാൻ ചാർത്തി ഇത് നിന്റെ വക എനിക്ക് തന്ന സമ്മാനമല്ലേ എന്ന് ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടാവട്ടെ, കാർത്തികയ്ക്ക് ഉണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമസ്കാരം സവിത. എല്ലാ ദിവസവും തല കുളിക്കാറില്ല, മെയിൽ മാത്രം കഴുകിയിട്ട് വിളക്ക് വെച്ച് നാരായണീയം ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ? ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ബോറടിക്കുണ്ടാവും, എന്നാലും പറയാണ്. GMC എന്നാണ് ചോദ്യകർത്താവിൻ്റെ പേര്. ഒരിക്കലും തെറ്റില്ല. നമുക്ക് മറ്റൊരു അശുദ്ധിയും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ചേച്ചി, ഞാൻ രാവിലെ ഭഗവാന്റെ കേശാദിപാദം വായിച്ചു നമസ്കരിച്ചു, ഒരു ജോലിക്കായി പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു മഞ്ചാടി കിട്ടി. ചേച്ചി, അവിടെ എവിടെയും അതിൻ്റെ മരമില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജിഷ എന്ന ഭക്തയാണ് കേട്ടോ. അനേകം ഭക്തരെ എന്നോട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം അത് കേൾക്കുമ്പോൾ ഞാൻ മഞ്ചാടി അത് എവിടുന്നെങ്കിലും വന്നതായിരിക്കും എന്ന് കരുതിയിട്ട് അത് വിട്ടുണ്ട്. അതായത് അതങ്ങനെ മനസ്സിലേക്ക് കയറിയിട്ടില്ല എനിക്ക്. അത് പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു, ഞാൻ വിടുന്നു, വേറൊന്നും ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഒരു ഭക്ത എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മഞ്ചാടിയുടെ മരം ഈ ഏരിയയിൽ ഇല്ല എന്നല്ല, മഞ്ചാടിയുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യതയില്ലാത്ത കുറച്ച് വിദേശികളായിട്ടുള്ള ആളുകളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയും മഞ്ചാടി വരാൻ യാതൊരു സാധ്യതയും ഇല്ല. പക്ഷേ നോക്കുമ്പോൾ എനിക്കൊരു മഞ്ചാടി കിട്ടി, ഒരു ദിവസം കിട്ടി. അപ്പം എനിക്ക് സന്തോഷമായി. ഞാനത് എൻ്റെ പൂജാമുറിയിൽ, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. മറ്റൊരു ദിവസവും വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ദിവസവും ഞാൻ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞ് ഞാൻ ജോലിക്കായിട്ട് പുറത്തിറങ്ങാൻ ഡോറ് തുറന്ന സമയത്ത് അവിടെയും എനിക്കൊരു മഞ്ചാടിക്കുരു കിട്ടി. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടവും ആശ്വാസവും ഒരുമിച്ചുണ്ടായി. ഭഗവാന്റെ സാന്നിധ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെച്ചു. ഇതേമാതിരി എനിക്ക് 4ഓളം പ്രാവശ്യം വളരെയധികം മനപ്രയാസം തോന്നുന്ന സമയത്ത് മഞ്ചാടിക്കുരു ലഭിക്കാൻ തുടങ്ങി. അത്ര മനപ്രയാസം എനിക്ക് രണ്ടാമതൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത മനപ്രയാസം, അല്ലെങ്കിൽ ഞാൻ ആരോടും പറയാത്ത മനപ്രയാസം ഉണ്ടാവുന്ന സമയത്താണ് എനിക്കിതുപോലെ മഞ്ചാടി കിട്ടാറ് എന്ന് പറഞ്ഞു ആ ഭക്ത. എന്നും കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് കേട്ടോ. കാരണം ഒട്ടും സാധ്യതയില്ല എന്ന് മാത്രമല്ല, അവരെ താമസിക്കുന്ന ഏരിയയെക്കുറിച്ചും അതുപോലെ അവർ ജോലി ചെയ്യുന്ന ഏരിയയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടതിൽ നിന്ന് മഞ്ചാടിയുമായിട്ട് ഒരിക്കലും ബന്ധം ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാർ. അത് മാത്രമല്ല, ഇവരുടെ ഉള്ളിലുള്ള കൃഷ്ണഭക്തിയോ മഞ്ചാടിയെക്കുറിച്ചോ ഒന്നും ഒട്ടും അവർ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാങ്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ചതെന്ന് വിചാരിക്കാം, അതുമല്ല. ഇവർക്ക് വളരെ വിഷമമുള്ള സമയത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന രീതിയിലാണ് ആ മഞ്ചാടി കിട്ടിയ സന്ദർഭങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് എന്നോട് അനേകം പേര് പറഞ്ഞിട്ടുണ്ട്. മുറ്റം അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ മഞ്ചാടി മരം ഇല്ലാത്ത ഇടത്തുനിന്ന് മഞ്ചാടി കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണ സാന്നിധ്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, കൃഷ്ണ സാന്നിധ്യമുള്ളിടത്തു നിന്നാണ് ഈ ഒട്ടും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മഞ്ചാടി കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, കൃഷ്ണ സാന്നിധ്യം ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് തന്നെയാണ് അതിനർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും സന്തോഷമായിട്ടിരിക്കും. ഇവിടെ വിജിഷ പറയുന്നത് ജോലിക്കായിട്ട് പ്രാർത്ഥിച്ചു എന്നല്ലേ. ജോലി എത്രയും പെട്ടെന്ന് കിട്ടും. കിട്ടിയാൽ ഉടൻ ഞങ്ങൾ കൃഷ്ണാര്യമിത്രങ്ങളെ അറിയിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് സത്യമല്ലേ എന്നും കൂടെ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ കൃഷ്ണ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് ഒട്ടും സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് മഞ്ചാടി ലഭിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കിക്കോളൂ. ഇനി വരുന്ന സമയത്ത് കൈ നിറയെ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണന് മഞ്ചാടി കൊടുത്തോളൂ കേട്ടോ. അടുത്തതായിട്ട് സജിത ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്, നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ എന്ന്.
മുട്ടുകുത്തി നെറ്റി മുട്ടിച്ചാണ് നമസ്കരിക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ ദിവസമായി കാണിച്ചു തരാമെന്ന് പറയുന്നു, എന്നാലും ഞാൻ കാണിച്ചു തരാമെന്ന് വീണ്ടും പറയുന്നു. മുട്ടുകുത്തി നെറ്റി മുട്ടിച്ചാണ് നമസ്കരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം. ഇനി എൻ്റെ ചോദ്യം കഥയും. ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്: 100 അപരാധം ക്ഷമിക്കാം എന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് 100 അപരാധം ക്ഷമിച്ച് 101ാമത്തെ അപരാധത്തിന് മാത്രം വധിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. ഗുരുവായൂരപ്പൻ 100 അപരാധം ക്ഷമിച്ച് പറഞ്ഞയച്ച് 101ാമത്തെ അപരാധത്തിന് മാത്രം വധിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യൂ, അറിയാത്തവർ നാളത്തെ ഉത്തരത്തിനായിട്ട് കാത്തിരിക്കൂ. ഇനി ഇന്നത്തെ കഥ, ഇനി കഥ പറയാനുള്ള സമയമുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ, കുറേ സമയമായി. എന്നാലും ചുരുക്കി പറയാം, ഒരു കുഞ്ഞു കഥയാണ്. നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. അമ്പലപ്പുഴയിൽ ഒരു തവണ വില്ലുമംഗലം സ്വാമിയാര് ചെല്ലാനിടയായി എന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്, എന്നാലും പറയാം കേട്ടോ. അദ്ദേഹത്തിന് എപ്പോഴും ശ്രീലകത്ത് ആ ദേവചൈതന്യം ഉണ്ടോ ഇല്ലയോ എന്ന് കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്പലപ്പുഴ കയറി തൊഴാൻ നോക്കുന്ന സമയത്ത് അവിടെ ഗുരുവായൂരപ്പനെ കണ്ടില്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനെ അവിടെ കാണാനില്ല. അപ്പോൾ അദ്ദേഹം അമ്പലം മുഴുവനും നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി അവിടെ നാടകശാല എന്ന് പറയുന്ന ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ ഭഗവാനുണ്ട്. മേളക്കാർക്ക് നെയ്യ് വിളമ്പി കൊടുക്കുന്നത് കണ്ടു. ഒരു ബ്രാഹ്മണ കുമാരന്റെ വേഷത്തിൽ മേളക്കാർക്ക് നെയ്യ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അത് ആചാര്യൻ പറയുമ്പോൾ പറയും, വീക്ക് ചെണ്ട എന്ന ഒരു വിഭാഗക്കാരുണ്ട്. വീക്ക് ചെണ്ട കൈകാര്യം ചെയ്യുന്ന ഒരു എന്താ പറയുക മാരാന്മാരുണ്ട്. അവർക്കാണ് ഭഗവാൻ നെയ്യ് വിളമ്പി കൊടുക്കുന്നതെന്ന്. അപ്പോൾ വില്വമംഗലം ഓടിച്ചെന്ന് അദ്ദേഹത്തിനെ അവിടെ നമസ്കരിച്ചുകൊണ്ട്, എന്താ ഉണ്ണി ഇവിടെ അനേകം പേരിലെ വിളമ്പാൻ, അങ്ങ് എന്തിനാ ഇങ്ങനെ വിളമ്പാൻ ബുദ്ധിമുട്ടണത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ കുറച്ചധികം അധ്വാനിക്കുന്നുണ്ട്, ഈ കൃഷ്ണന്റെ ഉത്സവം ഗംഭീരമാക്കണം എന്ന് കരുതിയിട്ട് ഞാനല്ലാതെ ആരാ സ്വാമിയാരെ അവർക്ക് വിളമ്പി കൊടുക്കേണ്ടത് എന്നാണ് ഭഗവാൻ മറുപടി പറഞ്ഞതെന്നും ഈ വില്വമംഗലത്തിന്റെ ഈ ഒരു എന്താ പറയുക സംഭാഷണ ശകലങ്ങൾ കേൾക്കാനിടയായ ആ ഭക്തജനങ്ങൾ, അന്ന് ഊണ് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ഭക്തജനങ്ങളും മനസ്സിലാക്കി ഇത്രയും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ആ നാടകശാലയിൽ ആ സമയത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോഴേക്കും ഭഗവാൻ അവിടെ നിന്ന് ഓടി മറിഞ്ഞതും വില്വമംഗലം പിന്നാലെ ഓടിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ നമസ്കരിച്ചത് എന്നും ഊണ് കഴിക്കാനിരിക്കുന്നവരെല്ലാം വില്വമംഗലത്തിനോടൊപ്പം ചെന്ന് ഭഗവാനെ നമസ്കരിച്ചു എന്നും പറയാറുണ്ട് കേട്ടോ. ഇതാണ് നാടകശാല സദ്യ ഇന്നും അതിഗംഭീരമായിട്ട് ഉത്സവകാലത്ത് അമ്പലപ്പുഴ ഉത്സവത്തിന്റെ 9ാം ദിവസം നടത്താനുണ്ടായ സാഹചര്യം ഇതാണ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇന്നും അതിഗംഭീരമായിട്ട് അനേകം വിഭവങ്ങളോട് കൂടിയിട്ട് നടത്തപ്പെടുന്നുണ്ട്. അവിടെ ഉത്സവത്തിന്റെ 9ാമത്തെ ദിവസമാണ്, രാവിലെയാണ് നാടകശാല സദ്യ തുടങ്ങുക. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷമാണ് നാടകശാല സദ്യയുടെ ആരംഭം ഉണ്ടാവാറുള്ളത്. അപ്പം അന്ന് വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയ ആ ഉണ്ണികൃഷ്ണൻ ഇന്നും നാടകശാല സദ്യക്ക് വിളമ്പാൻ അവിടെ ആരുടെയെങ്കിലും ഒക്കെ രൂപത്തിൽ ഉണ്ടാവും എന്നാണ് ഭക്തജനങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് നാടകശാല സദ്യ ഇപ്പോഴും കേമമായിട്ട് അറിയപ്പെടുന്നത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. നോക്കൂ, ഒരു ഭക്തവത്സല്യം ഗുരുവായൂരപ്പന്റെ. അദ്ദേഹത്തിന്റെ ഉത്സവം അതിഗംഭീരമായിട്ട് കൊണ്ടാടാൻ എത്ര പേര് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനിലെ ഗുരുവായൂരപ്പന് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അത് ഇരു കൈ നീട്ടി സ്വീകരിച്ച് നമ്മളെ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നാമം ജപിക്കാൻ സാധിക്കട്ടെ, അനേകം നാമം ജപിക്കാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പന് സന്തോഷമാവണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.